ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൈൻക്രാഫ്റ്റാണ് ഇന്ന് ഗെയിം പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേൾഡിൽ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് സ്നോ ഏരിയയാണ് കിട്ടിയത്. പോണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോണിങ് ഏരിയ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഇക്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ലൂട്ട് ഉണ്ടാകുമെങ്കിൽ അത് പോയതാണ്. പക്ഷേ ഒരു ചെസ്റ്റ് പോലെ ഇല്ലായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ആയി. അവിടെ റെസ്പോൺസ് പോയിൻ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേസിക്കായിട്ട് വുഡ് തന്നെ ഫസ്റ്റ് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വുഡ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് പെട്ടെന്ന് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് ടൂൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ ആക്സൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൈനിങ്ങൊക്കെ തുടങ്ങി. ഒരു സെറ്റപ്പ് മൈൻ തന്നെ ഉണ്ടാക്കണമെങ്കിൽ തുടങ്ങിയാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഫുള്ള് അത്യാവശ്യത്തിലേറെ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് നമ്മൾ ഒരു 10-28 ഒക്കെ മൈൻ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ പിന്നെ അതവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ നേരെ കോബിൾ സ്റ്റോണൊക്കെ ടൂൾ അപ്ഗ്രേഡ് ചെയ്തു. ടൂൾ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ വുഡ് ബാക്കിയുള്ളത് കട്ട് ചെയ്തു. അതുപോലെ നമുക്ക് വീട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇഗ്ലൂ വീടാക്കി അവിടെ ഡോറൊക്കെ ചുമ്മാ നടന്നപ്പോഴാണ് ഈ ഐസ്പീക്ക് കാണുന്നത്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് നൈറ്റ് ആയത്. നൈറ്റ് ആകുമ്പോൾ നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം സോംബി ഇതൊക്കെ സ്പോണായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടും നട്ടിട്ട് തീരും. അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം കാര്യമാക്കി പിന്നെ നമ്മൾ പിറ്റേ രാവിലെ തന്നെ ബാക്കി മൈനിങ്ങൊക്കെ സെറ്റ് ചെയ്ത് ഇതൊരു നാച്ചുറൽ ലുക്കിൽ കേവ് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതിന് ബാക്കിയുള്ള കോബിൾ സ്റ്റോണോ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഈ പോള ബീറും കൊഞ്ഞൊക്കെ വന്നു. അതിനെ കുറച്ച് കൊഞ്ചി പറഞ്ഞിരുന്നുകൊണ്ട് പിന്നെ നമ്മുടെ ബാക്കി പണിയിലോട്ട് കിടന്നു. ബാക്കി പണി പിന്നെ നമ്മൾ ഫുള്ള് മൈനിങ് ആയിരുന്നു കേട്ടോ. മൈനിങ് ചെയ്ത് അതിൽ നമുക്ക് പിന്നെ കുറച്ച് ഗ്രാനൈറ്റ്സ് ഒക്കെ കിട്ടും. ഗ്രാനൈറ്റ്സ് പീസസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് ടെക്സ്ചർ വരുത്തി ഒരു കേവ് ആക്കണം എന്നായിരുന്നു വിചാരിച്ച്. അത് ഫുള്ള് ഇങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ പോലെയൊക്കെ ആക്കി വെച്ചപ്പോഴത്തേനും പെട്ടിക്കൂടായി പോയി. പിന്നെ നമ്മുടെ എക്സ്പ്ലോറിലോട്ട് കടക്കാൻ വേണ്ടിയതാണ് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത്. ഈ വീട് എനിക്ക് ഒന്നാമത് പിടിച്ചിട്ടില്ല. അപ്പോൾ പുതിയ വീട് വെക്കാനുള്ള സ്ഥലം കൂടി ആയിരിക്കും സെർച്ച് ചെയ്ത് പോകുന്നത്. ആ മൈനൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയപ്പോഴത്തേനും എനിക്ക് അവിടെ പറ്റൂ. പിന്നെ പോകുന്ന വഴിക്കാൻ പോയി ഈ ആക്കിനൊക്കെ കണ്ടു കേട്ടോ. കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ ഫുള്ള് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഗ്രീനി ഏരിയ സ്പോട്ട് ചെയ്തു കേട്ടോ. ഗ്രീനി ഏരിയ സ്പോട്ട് ചെയ്തതോടുകൂടി തന്നെ നമ്മൾ ലക്കാണ് കൈസ് ഫസ്റ്റ് കിട്ടുന്നത്. നമുക്ക് റൂയിൻ്റെ നെതർ പോർട്ടൽ കിട്ടി. അവിടെ ചെസ്റ്റ് നമ്മൾ ഫുള്ള് ലൂട്ട് ചെയ്തു. ഗോൾഡൻ ടൂൾസും അയൺ ഇൻഗോട്ട്സും ഒക്കെ കിട്ടി. ലോഡ് സ്റ്റോണും കിട്ടി. പിന്നെ നമ്മൾ ഒന്ന് വീട്ടിൽ നല്ലൊരു സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ കിട്ടുകയും ചെയ്തു. മെയിൻ ഏരിയ ആയിട്ട് തന്നെ കിട്ടി. മുമ്പിൽ വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം തന്നെ ഫാം സെറ്റ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ കുയ്യും ഇതൊക്കെ ഉള്ളതൊന്ന് അടക്കാമെന്ന് വിചാരിച്ച് ഫുള്ള് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ ഫുള്ള് ലാൻഡ്സ്കേപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റായി ഗൈസ്. അപ്പോൾ നമ്മൾ ബെഡ് എടുത്ത് അവിടെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ളതും പിള്ളേന്ന് വിചാരിച്ച് ബെഡൊക്കെ അവിടെ മാറ്റി. എനിക്കാണെങ്കിൽ കണക്കൊക്കെ പോയി ഗൈസ്. 3-4 5 കുഴി തുറക്കേണ്ടടുത്ത് 3-4 കട്ടയും കൊണ്ട് വന്നേ. അങ്ങനെ പിന്നെ 2 എടുത്ത് പോയി ഫില്ലാക്കുമ്പോൾ ഒരു കൂളും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ അതും ഫില്ലാക്കി. പിന്നെ നമ്മൾ ഫുള്ള് ഫാം സെറ്റ് ചെയ്യുകയായിരുന്നു. ഒരു ബ്ലോക്ക് വെള്ളത്തിൽ തന്നെ നമുക്കിങ്ങനെ ഒരു 4 റേഡിയസിൽ കിട്ടും. 4 ബ്ലോക്സ് റേഡിയസിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു 9x9 ഫാം നമുക്ക് ചെയ്യാം. അതിന് പിന്നെ നമുക്ക് ഫുള്ള് വീറ്റ് സെറ്റ് ചെയ്യാനായിരുന്നു. കാരണം ഹങ്കർ ബാർ കൂടിയോണ്ട് തന്നെ നമുക്ക് ബ്രെഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വീറ്റുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഗ്രോ ചെയ്യാൻ ടൈം എടുക്കും ഗൈസ്. അങ്ങനെ ബാക്കിയുള്ളത് സെറ്റ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ഏരിയയൊക്കെ ഫ്ലോ ചെയ്ത് 9x9 ആക്കി. പിന്നെ ഫുള്ള് സീഡ് കളക്ട് ചെയ്യാനായിരുന്നു. അതിന് മുമ്പ് നമ്മളിവിടെ വെള്ളത്തിൽ ആരും വീഴാതിരിക്കുക അവിടെ ബ്ലോക്ക് വെച്ച്. പിന്നെ നമ്മൾ ഫുള്ള് സീഡ് സെലക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ പിന്നെ നമുക്ക് വുഡാണ് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ തൊട്ടടുത്ത് മരമില്ലാത്തതുകൊണ്ട് അത് അന്വേഷിക്കുകയായിരുന്നു. പിന്നെ ഒരു മരം കിട്ടി. അവസാനം അത് നമ്മൾ ഫുള്ള് ചോപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സാപ്ലിങ്സ് നമ്മൾ തൈ കിട്ടാൻ വേണ്ടി കുറേ കളക്റ്റായിരുന്നു. 4 കിട്ടി. ഞാൻ അതിങ്ങനെ തീർത്ത് പോകാൻ നേരത്താണ് അവിടെ ഒരു വില്ലേജ് സ്പോട്ട് ചെയ്തത്. അങ്ങനെ വില്ലേജിലോട്ട് നമ്മൾ നേരെ തടി വിട്ടു. അവിടെ നമ്മൾ കോബിൾ സ്റ്റോൺ കൊണ്ട് മാർക്ക് ചെയ്തു. കാരണം ഞാൻ കോർഡിനേറ്റ്സ് ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് വഴി തെറ്റി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഫുൾ
നല്ല ലൂട്ടിങ്ങൊക്കെ കിട്ടി, പേപ്പേഴ്സും കിട്ടി, നമുക്ക് മാപ്പൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വൈകിട്ടിലാന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ഫുള്ള് ലൂട്ട് നോക്കിയായിരുന്നു കേട്ടോ. ലൂട്ട് നോക്കി, ലൂട്ടൊക്കെ അത്യാവശ്യം നല്ല ലൂട്ടായിരുന്നു. ലൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അയൻകോ നമ്മളെ സ്കെച്ചിട്ട് വെച്ചേക്കും. അവിടെ വില്ലേജ് കയറിയത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല രീതിക്ക് ഒന്ന് കറങ്ങി നോക്കി. അപ്പം ബ്ലാക്ക് സ്മിത്തൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൊട്ടാറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ നമുക്ക് ഫാം ചെയ്യാൻ ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ അത് നമ്മൾ അന്നത്തെ ദിവസം ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ലൂട്ടിക്ക് ഇറങ്ങി. ഇവിടെ സ്മിത്ത് ഉണ്ട്, ബ്ലാക്ക് സ്മിത്ത് നമ്മൾ പിന്നെ കയറാം ലാസ്റ്റ്, ബെസ്റ്റ് ഫോർ ലാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ആക്കി. ഇവിടെ നമുക്ക് എമറാൾഡ് കിട്ടില്ല. എമറാൾഡ് നമുക്ക് വില്ലേജസുമായിട്ട് ട്രേഡ് ചെയ്യാം. ഭയങ്കര ഡയമണ്ട് പോലെ ഒക്കെ തന്നെയാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ഗോൾഡൻ ഹോഴ്സ് ആർമറും അയൺ ടൂൾസും അയൺ ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റൊക്കെ കിട്ടി. അതുപോലെ തന്നെ കിട്ടി. പിന്നെ നോക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ഫാമില്ല. മെയിനായിട്ട് ഫുഡിന് വേണ്ടിയാണ് വന്നത്, ഫാം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഐറ്റം അടിച്ചു മാറ്റിയല്ലേ അവർക്കൊരു ചെറിയ ഫാമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ആനിമൽ ഫാമിൻ്റെ അതിൻ്റെ നടുക്ക് കുറച്ച് വെള്ളം കണ്ടെത്താൻ അവിടെ അങ്ങ് ഫ്ലോ ചെയ്തിട്ട് കൊടുത്ത്. അതുപോലെ വില്ലേജറിനെ സെറ്റ് ചെയ്യണം, ഒരു ഫാർമർ വില്ലേജർ സെറ്റ് ചെയ്യുക. അവരുടെ തന്നെ ഓട്ടോമാറ്റിക് ഇത് നോക്കി. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ മറന്നു വെച്ച് അത് പുതിയത് ഉണ്ടാക്കി. അത് പിന്നെ കമ്പോസ്റ്റർ നമ്മളുണ്ടാക്കി. കമ്പോസ്റ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ 2 ഉണ്ടാക്കി വെച്ചു. നമുക്ക് ആവശ്യമുണ്ടല്ലോ, കാരണം നമുക്ക് അത് ഫില്ല് ചെയ്തിട്ട് വേണം ബോൺ മീൽ ഉണ്ടാക്കി. അതിട്ടാൽ നമുക്ക് ക്രോപ്സ് പെട്ടെന്ന് വളർത്താം. അതുപോലെ ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്ത് വില്ലേജർ ആ ജോബ് എടുത്തു. പിന്നെ നമ്മൾ അവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്ത് പോവാൻ നിൽക്കുമ്പോഴാണ് വിച്ചിനെ കാണുന്നത്. കേസ് വിച്ചനാണെങ്കിൽ പോയിസൺ സ്പ്ലാഷ് പോർഷനൊക്കെ ഉണ്ടാവും. ഈ സ്പ്ലാഷ് പോർഷൻ നമുക്ക് പറ്റിയ നല്ല പോർഷൻ അടിക്കും. ഞാനാണെങ്കിൽ ഹാഫ് ഹെൽത്തിൽ എത്തിയായിരുന്നു. അതിന് 30 സെക്കൻഡ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് തീരും വരെ ഇനി ഡാമേജ് ആയിട്ടാൽ നോക്കണം. പിന്നെ അതൊക്കെ അടിച്ച് സ്ഥലം വീണ്ടും മറന്നുപോയി കേസ്. അത് അരഞ്ഞിരുന്ന് ആ കോബിൾസ്റ്റോൺ വെച്ചുകൊണ്ട് ഒരടയാളമായി മറന്നില്ല. അതുകൊണ്ട് കറക്റ്റ് സ്പോട്ടെല്ലാം എത്തി. പിന്നെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് ഫില്ല് ചെയ്തു. കയ്യിലുണ്ടായിരുന്ന പൊട്ടാറ്റോ അവിടെ ഫില്ല് ചെയ്ത് പന്നിക്കൂട്ടൻ അതും കണ്ട് വന്നേക്കുന്ന കൊടുക്കത്തില്ല. ആകെ കുറച്ച് പൊട്ടാറ്റോ ഉണ്ട്, അതും ചോദിച്ചു വന്നേക്ക് എങ്ങനെ കൊടുക്കാൻ. പിന്നെ നമ്മൾ ബാക്കിയുള്ള അയണൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇവിടെ നടുവിൽ തന്നെ കോമ്പോസ്റ്റർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷെ അവിടെ ഒരു വൃത്തി കിട്ടുന്നില്ല. അവിടെ കുറച്ച് പണിയൊക്കെ ചെയ്ത് ബാക്കി സീഡ് കിട്ടുമെന്ന് നോക്കി. അതൊക്കെ കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. കുറച്ചൊന്ന് ചെയ്തിട്ട് പിന്നെ അങ്ങ് നിർത്തി, കാരണം ഒക്കത്തില്ല. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഉള്ള പണിക്കൊന്നും അവിടെ സാപ്ലിങ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. കാരണം വുഡ് ആവശ്യം വരുമല്ലോ. അപ്പോൾ പുതിയ മരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് വിചാരിച്ച് ബെഡ് കിടന്ന് ആ ദിവസം അങ്ങനെ നമ്മൾ തീർത്തു കഴിച്ച്. കുറച്ചും കൂടെ വുഡ് കളച്ചതിന് പോയി. വുഡ് കളച്ചതിന് ശേഷം ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ അന്വേഷിച്ചു ഇപ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് പോലെ കിട്ടി കേട്ടോ. ഫോറസ്റ്റ് പോലെ കിട്ടിയതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഇവിടെ കേവ് കണ്ടു. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര പേര്, കാരണം അവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ സോംബി സ്കെൽട്ടണുണ്ടാവും. അപ്പോൾ വെറുതെ ഇപ്പം തന്നെ ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വുഡ് തന്നെ പോയി. വുഡ് തരുന്ന കുഴപ്പം അവിടെ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഉണ്ട്, അതിൽ പോയി ഫുള്ള് വുഡ് കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ അത്യാവശ്യത്തിന് വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ഫെൻസ് ഉണ്ടാക്കണമല്ലോ ഫാമിന്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വുഡ് കളക്ട് ചെയ്യുന്നത്. വുഡ് കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും സ്ഥലം തെറ്റിപ്പോയായിരുന്നു, കാരണം ഞാൻ കോർഡിനേറ്റ്സ് വീണ്ടും ചെക്ക് ചെയ്തില്ല, മണ്ടത്തരം. പിന്നെ നമ്മൾ ഫുള്ള് കേവായിരുന്നു കേട്ടോ. ഫുള്ള് കേവ് തിരഞ്ഞ് കേവിലോട്ടൊക്കെ കയറാൻ പേടിയാണ്. അങ്ങനെ അവസാനം ഒരു കേവിലിങ്ങനെ മറ്റേ കോള് കണ്ടപ്പോൾ അത് കിടക്കാൻ പോയതാണ്. അപ്പോഴാണ് സോംബി ബേബി വന്ന് അത് നമ്മളെ ഹാഫ് ഹേർട്ടിലൊക്കെ എത്തിച്ചായിരുന്നു. അപ്പോൾ വലിയ സോംബി വന്ന് ഒരു വിധത്തിൽ ഒരു സോംബിനെ തട്ടി പിന്നെ ഒറ്റ ഓട്ടോ ആയിരുന്നു പിന്നോട്ട് വരെ നോക്കാതെ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് അത്യാവശ്യം മണ്ണൻ്റെ ഹാഫ് ഹെൽത്തിലെത്തിയായിരുന്നു. ഭാഗ്യത്തിന് ചത്തില്ല. പിന്നെ മേലെ കേവിനെ കൊണ്ടിട്ടെന്ന് വിചാരിച്ച് ഫാമിൻ്റെ സെറ്റപ്പിലോട്ട് തന്നെ പോയി. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫെൻസാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ കോമ്പോസിറ്റിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അതിന് വേണ്ട സാധനം നമ്മൾ എത്തില്ല. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാങ്ക്സ് ഉണ്ടാക്കുകയാണ്. 9x9 ആയതുകൊണ്ട് തന്നെ ഒരു 36 ഫെൻസൊക്കെ വേണ്ടി വരും. അതിലൊന്ന് പിന്നെ 38 നമുക്കുണ്ടാകാം. ഒന്ന് പിന്നെ നമ്മുടെ ഫെൻസ് ഗേറ്റാണ് പോയി. അപ്പോൾ നമ്മൾ അത്യാവശ്യം
ആദ്യം കുറച്ച് ഉണ്ടാക്കി അങ്ങനെ വെച്ച് നോക്കി. പിന്നെ അതുപോലെ ബാക്കിയുള്ളതും ചെയ്തപ്പോൾ തന്നെ രാത്രിയായി. നമ്മൾ അന്നത്തെ ദിവസം അതുപോലെ ഉറങ്ങി. അഞ്ചാമത്തെ ദിവസമായി നമ്മുടെ ഫ്രണ്ട്സൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വീടുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും. കാരണം ഇതിലും കൂടെ ചേർത്ത വീഡിയോയുടെ ലെങ്ത് കൂടും.